ഞാനിപ്പോൾ ഒരു പള്ളിയിലാണ്. ഏകാന്തമായിരിക്കുന്ന ഈ പള്ളിയിൽ ഞാൻ ഒറ്റക്കാണ്. ഇവിടെ ആരുമില്ല. എനിക്ക് കൂട്ടിന് കുറേ മുസ്ഹഫുകൾ മാത്രം. സമയം മഗ്‌രിബ് ബാങ്ക് കൊടുക്കാൻ സമയമായിരിക്കുകയാണ്. ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് വളരെ പെട്ടെന്ന് ഞാനിത് റെക്കോർഡ് ചെയ്യുകയാണ്. പള്ളിയാണ്, അള്ളാഹുവിൻ്റെ വീടാണിത്. അള്ളാഹുവിനെ ഓർക്കാനൊരവസരം, അവൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഒരവസരം കിട്ടുകയാണ് നമുക്കിവിടെ. പള്ളിയിലേക്ക് വരാൻ, പള്ളിയൊന്ന് കാണാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. ഇത് മൈക്കാണ്, വാങ്ക് കൊടുക്കുന്ന മൈക്കിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതും നിങ്ങൾക്ക് കാണാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുന്ന ഈ പള്ളിയിൽ നാം ഏകാന്തനായിരിക്കുമ്പോൾ നമുക്ക് ലോകത്തെപ്പറ്റി മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നു. നമുക്ക് ഈ ദുനിയാവിനെ കുറിച്ച് മനസ്സിലാക്കാൻ നമുക്കിവിടെ സാധിക്കുന്നു. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണേ സഹോദരന്മാരെ. അവനല്ലാതെ നമുക്ക് മറ്റാരാണുള്ളത്? നാം അവൻ്റെ കീഴിലല്ലേ? ആകാശത്ത് അള്ളാഹു ഉണ്ട് എന്ന് പറയുന്ന മുജാഹിദുകളോട് ഞാൻ ചോദിക്കുന്നു, അള്ളാഹുവിൻ്റെ വീട് ആകാശത്താണോ? എങ്കിൽ അള്ളാഹു ഭൂമിയിലുള്ള എല്ലാവരെയും കാണാൻ വേണ്ടി അവിടെ ഇരിക്കുകയാണെന്നല്ലേ നിങ്ങളുടെ വാദം മുജാഹിദേ? പള്ളിയെക്കുറിച്ചറിയാൻ, പള്ളിയെക്കുറിച്ച് മനസ്സിലാക്കാൻ ആരുമില്ലാത്ത സമയത്ത് പള്ളിയിൽ വന്ന് ഇരുന്ന് കൊണ്ടിരിക്കണം സഹോദരന്മാരെ. ഒറ്റയ്ക്കിരിക്കണം, ഖബർസ്ഥാനികളിൽ പോയി സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ നമുക്ക് മരണത്തെക്കുറിച്ചും ഈ ജീവിതത്തെക്കുറിച്ചും നമുക്ക് മനസ്സിലാകും സുഹൃത്തുക്കളെ. ഇത് കാണുന്ന നിങ്ങൾക്ക് പലർക്കും തോന്നാം, മുനീറിന് വട്ടായിപ്പോയെന്ന്. മുനീറിന് എന്താണ് ഒരു ബിരിയാണി ലൂസ് എന്ന് തോന്നിപ്പോകും. ഇല്ല കുട്ടികളെ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, ഈ ലോകത്തിനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മാത്രമാണ് ഞാൻ ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിരനിരയായി വെച്ചുകൊണ്ടിരിക്കുന്ന ഖുർആൻ മുസ്ഹഫുകൾ നിങ്ങൾ കാണുന്നില്ലേ സുഹൃത്തുക്കളെ? ഈ പള്ളിയിൽ കയറുമ്പോൾ ഇതൊന്നെടുത്ത് വായിക്കണേ സഹോദരന്മാരെ. നാം ഓരോ നിമിഷവും നമ്മുടെ ഹറാമിയത്തായ സമയത്തിലേക്ക് നാം ചിലവഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ